അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ പൂല് തമ്മീസ് വാങ്ങാൻ വേണ്ടി പോകണം. അതിൻ്റെ ഇടയിൽ വസ്ബൂസ വേറെ എന്തൊക്കെ സാധനം ഉണ്ട് വാങ്ങാണ്ട്, ഒക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ വരണം. അപ്പോൾ ഞാനെന്താ എന്തോ പറയാൻ വിചാരിച്ചല്ലോ. നമ്മളിങ്ങനെ ഇറങ്ങാൻ സമയത്തെ എൻ്റെ ചങ്ങായി അവിടെ ഒരു പാകിസ്ഥാനി ഉണ്ട് വണ്ടിയേക്കണം, നമ്മളെ ചങ്ങായി തന്നെ ബസീർ. അവൻ വന്നാണ്ട് പറഞ്ഞേ, അവനോട് ചോദിച്ചു എനിക്ക് സക്കാത്ത് എന്തെങ്കിലും കിട്ടി വെച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് നല്ല പൈസ കിട്ടിയില്ല, വെറുതെ തള്ളണതല്ല. ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടി. ഓൻ പറഞ്ഞു എനിക്ക് ആകെ 100 രൂപയല്ല സക്കാത്ത് കിട്ടിയത്. ഞാൻ പറഞ്ഞു ഈ വണ്ടി വെക്കണ പെരയത്തെ ആൾക്കാരോടൊക്കെ സക്കാത്ത് തരാൻ പറയും, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ സ്വർഗത്ത് കിടക്കൂല എന്നാണ് പറഞ്ഞത്. ഒന്നും നോക്കണ്ട, റമദാനാണ് സ്വർഗത്ത്. ഞാൻ ഏതായാലും സ്വർഗത്ത് പോകും. അപ്പോൾ എൻ്റെ ഒപ്പം പോരണമെങ്കിൽ മിനിമം അംസമെങ്കിലും തരണം പറയാം. എന്തൊക്കെ ഞാൻ പറഞ്ഞു, അവനോട് പറയണോ കുറച്ചൊരു മെൻ്റല. അവൻ പറഞ്ഞു കഴിഞ്ഞാൽ പറയണം, അല്ലാതെ നടക്കൂല. പൈസ 5 പൈസയല്ലോ അവൻ്റെ കയ്യിൽ. പോയി പറയട്ടെ, ചെക്കൻ പറയട്ടെ, കായ് വാങ്ങട്ടെ, വെറുതെ പണിയിരിക്കണ്ട പറഞ്ഞു. അവൻ 50 റിയാലിനൊക്കെ വണ്ടി വെക്കണം, ഒരു 500 കൊല്ലത്തിലെങ്കിലും കൊടുത്തൂടെ പാവൻ ചെക്കൻ. ഞാൻ എൻ്റെ കഫീലിൻ്റെ വരെ ഒരു വണ്ടിയൊക്കെ ഉണ്ട്, എൻ്റെ കഫീലിനോട് ചോദിച്ചോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചോദിച്ചു, പക്ഷേ ഞാൻ പറഞ്ഞാന്ന് പറയണ്ട, ഇന്നോട് തൂക്കി അടിച്ചമ്മ. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഏതായാലും നമ്മൾ പൂലും തമ്മീസും വാങ്ങാൻ പോവാം, എന്നിട്ട് ബാക്കി തീരുമാനങ്ങളിലൊക്കെ. അവിടെ അങ്ങനെ വന്നപ്പോഴേ ഇവിടെ ഫുഡ് കൊടുക്കണ്ടേ, അകബത്തിറ ഒരുപാട് ആൾക്കാർ. ഇവിടെ പച്ചകളും പാകിസ്ഥാനികളൊക്കെ ആയിട്ട് ഒരു സംഘം ഇവിടെ ഇങ്ങനെ കാവലൊക്കെ ഉണ്ട്. ഞാൻ നോക്കിയപ്പം ഇവിടെ ചോറ് കൊടുക്കണ്ടേ. ഈ സംഭവം എനിക്ക് ആദ്യക്കന്നായിട്ട് അറിയാം ഇവിടെ ഫുഡ് കൊടുക്കണ കാര്യം. അപ്പോൾ ഞാൻ അങ്ങോട്ട് വരലൊന്നുമില്ല. കഴിഞ്ഞ കൊല്ലം ഏതൊരു കൊല്ലം ഒരു പ്രാവശ്യം വാങ്ങിയിട്ടുണ്ട്. ഭക്ഷണമൊക്കെ വാങ്ങി എൻ്റെ ഈ ഡെലിവറി ബോയ്സൊക്കെ ഉണ്ട്, അതൊക്കെ ഭക്ഷണം വാങ്ങി ഫുള്ള് തകർത്ത് ഇങ്ങനെ ഫുഡൊക്കെ വാങ്ങി പുറത്തിറങ്ങി. കുറച്ച് സാധനങ്ങളൊക്കെ പണ്ടേ പോയി വാങ്ങാണ്ടേനി, അതൊക്കെ വാങ്ങി. ചുപ്പിന കാര്യങ്ങളൊക്കെ വാങ്ങാൻ ഉണ്ടായിനി, അതൊക്കെ വാങ്ങി. സാധനമൊക്കെ വാങ്ങി പുറത്തിറങ്ങി പോകാനുള്ള പരിപാടി. വൈകുന്നേരമായിരുന്നു, 5 മണിക്ക് വിട്ടണേ. ഞാൻ 5:45 ബാണ്ടേന്ന് സാധനമൊക്കെ വാങ്ങി പുറത്തിറങ്ങി ഇങ്ങനെ നടന്നുകൊണ്ട്. വണ്ടി അപ്പുറത്താണ് പാർക്ക് ചെയ്തത്. ഞാൻ പുറത്ത് പാർക്ക് ചെയ്ത്. ഇനി ഇവിടെ തിരക്കായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുമല്ലോ വിചാരിച്ചാണ് പുറത്ത് പാർക്ക് ചെയ്ത്. റോഡ് സൈഡിൽ തന്നെ പാർക്ക് ചെയ്ത് നേരെ വണ്ടി എടുത്ത് പോകണ്ട വിചാരിച്ചു. ബാണ്ടേന്ന് സാധനങ്ങൾ വാങ്ങി ഇനി പുറത്തിറങ്ങി പൂലും തമ്മീസ് വാങ്ങണം. വലിയ തിരക്കുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കണം. ഞാൻ നേരം വൈകിന് പൂലും തമ്മീസൊക്കെ വാങ്ങി റൂമിലെത്തുമ്പോൾ നോമ്പ് തുറക്കാനുള്ള സമയം ആയാലും പ്രശ്നമൊന്നുമില്ല. ഫുഡ് നമ്മളെ കയ്യിലുണ്ടായതുകൊണ്ട് മെയിനായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിക്കണം. അതിനുള്ള ഫുഡുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവമുള്ള എനിക്കറിയാം, ഇവിടെ ലൈനിൽ നിന്നാണ്ട് ഫുഡ് കിട്ടുന്നൊക്കെ. പക്ഷേ ഞാനിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ നിന്ന് ലൈനിൽ നിന്ന് അങ്ങനെയൊന്നും വേണ്ട വിചാരിച്ചിട്ട് ഞാൻ തൽക്കാലം എന്താ വെച്ചാൽ അവിടെ അടുത്തുള്ള പള്ളിയിലോ അല്ലെങ്കിൽ വാങ്ങുക എന്തിലൊക്കെ കിട്ടും. ഇവിടെ കുറേ നേരം ഭരിക്കുക നടക്കണ കേസല്ല. അപ്പോൾ കുറേ ആൾക്കാർ കേട്ടോ ഇവിടെ എന്തേ കിട്ടുമെന്ന് പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും വണ്ടി ടാക്സി വിളിച്ചു തരും ആൾക്കാർ. അപ്പോൾ എന്താ വെച്ചാൽ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ കേൾക്കാൻ നമ്മളെ പണി നടക്കൂല. ഒന്നാമത്തെ പ്രശ്നം അതാ, നമ്മളെ ഈ പണിൻ്റെ നേരത്താണ് ഈ സമയം. ഓക്കെ, നോമ്പറക്കാനുള്ള നേരത്തെ ഫുഡാണെങ്കിൽ നമുക്കൊന്ന് വാങ്ങാം. ഭക്ഷണമൊക്കെ കുഴപ്പമില്ല, അൽഹംദുലില്ലാ കിട്ടുന്നുണ്ട്. നമുക്ക് വിശപ്പ് മാറാനുള്ള ഭക്ഷണം കിട്ടിയത് അൽഹംദുലില്ലാ. കിട്ടിയില്ലെങ്കിൽ നമുക്ക് വാങ്ങാണ്ട്, നമുക്ക് ശമ്പളം കിട്ടുന്നുണ്ടല്ലോ, അയച്ച് വാങ്ങാം. ഫ്രീ ആയി കിട്ടണോണ്ട് നമ്മൾ അത്രയും അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങണേ അത്ര തന്നെ. വേറെ ഒന്നും പറയാനൊന്നുമില്ല. ഇപ്പം ഇവിടെ യൂട്ടേണൊക്കെ അടിച്ച് ട്രിപ്പിൾ യൂട്ടേണൊക്കെ അടിക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ വരി ഇവിടെ നിന്നാൽ അങ്ങനെ നിൽക്കും, 6:30 വരെ നിൽക്കേണ്ടി വരും. നോമ്പറന്നാലും സാധനം കിട്ടില്ല. എന്നിട്ട് നമുക്ക് സാധനം വാങ്ങിയിട്ട് നേരെ വിടുക പരിപാടി. ഇവിടെ എങ്ങനെയാണെങ്കിൽ ഒരു പൂല് തമ്മീസിൻ്റെ കട ഉള്ള കുറച്ച് ഫ്രണ്ടിലായിട്ട്. അവിടെ പൂല് തമ്മീസ് റോഡൊക്കെ ഫുള്ള് കാലിയാണ്. പൂല് തമ്മീസൊക്കെ നമ്മൾ വാങ്ങണം. അതിൻ്റെ അടുത്ത് പാർക്കിംഗ് കിട്ടാനാണ് ബുദ്ധിമുട്ട്. പൂലും തമ്മീസൊക്കെ ആകുമ്പോൾ അതിന് പ്രത്യേകിച്ച് കുറച്ച് ആൾക്കാരുണ്ട് പൂലും തമ്മീസിനൊക്കെ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഹരിക്കട അതിൻ്റെ തൊട്ടടുത്ത് ഓണർ തന്നെ കേട്ടോ എല്ലാ കടകളും. നേരെ അപ്പുറത്ത് കാണുന്നതാണ്. അപ്പം ഇവിടെ ഒരു പാർക്കിംഗ് കിട്ടി, നേരെ പാർക്കിംഗ് എടുത്ത് 2 അടി നടക്കാനുള്ളൂ. അവിടുന്ന് നമ്മൾ പൂലും തമ്മീസൊക്കെ വാങ്ങുക.
ഇവിടെ നമ്മളെ കൂലി മമ്മീസ് അഫ്ഗാനികൾ നല്ല സെറ്റ് പരിപാടി വേണ്ട കൂലി തമീസ് ഫുഡ് കാര്യങ്ങളൊക്കെ വാങ്ങി ഇങ്ങനെ തിരിച്ചു പോകും. നമുക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം എന്താ വെച്ചാൽ അവിടെ വരി ഇങ്ങനെയൊക്കെ ഉണ്ട്. ഒരു ഫുഡ് മതി, പിന്നെ പൊളിച്ചക്കൊക്കെ നമുക്ക് വേറെ എന്താ ഉണ്ടാക്കാം, ബാക്കി ആരാ വാങ്ങിക്കോട്ടെ. ഇനി 2-3 ചോറൊക്കെ വാങ്ങുന്ന ആൾക്കാരുണ്ട്, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. എത്രയും കിട്ടും കേട്ടോ, നമുക്ക് എത്ര വേണമെങ്കിലും ഇട്ട് വാങ്ങണ്ട. 4 ചോറൊക്കെ ഉണ്ട് അപ്പുറത്ത്, എത്ര ചോറുണ്ട്. പക്ഷെ അത് സമയമാകുമ്പോൾ കൊടുത്ത് തീർത്ത് പോകാൻ വേണ്ടി എത്രയും കൊടുക്കും, 3-4 ഒക്കെ കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. 3 കൊടുക്കും കാരം. കുറേ ആൾക്കാരുടെ അടുത്ത് 2-3 കീസൊക്കെ ആയിട്ട് പോകണുണ്ടോ. സമയം 6:10 ആയിട്ടുണ്ട്. ഈ സമയമായപ്പോൾ തന്നെ ആൾക്കാരെ കണ്ട് ഫുഡൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കണം. ഇവിടെയും ഈ മത്താമിലും ഫുഡ് കൊടുക്കുന്നുണ്ട് ആൾക്കാർ ഹദിയായിട്ട്. ആൾക്കാർ പൈസ കൊടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഭക്ഷണങ്ങൾ പോലെ അങ്ങനെ കൊടുക്കും പുറത്തേക്ക്. ചിലവർ 500, 100, 1000 ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊടുത്തു പോകും. അപ്പോൾ അതിനനുസരിച്ചുള്ള ചോറ് പോലെ കൊടുക്കും, അത് വാങ്ങും ആൾക്കാർ. കുറേ ആൾക്കാരുണ്ട്, ബംഗാളികളും പാകിസ്ഥാനികളൊക്കെ എല്ലായിടത്തുനിന്നും ചോറ് വാങ്ങും. എന്നിട്ട് ഇതുപോലെ കൂടെ കൊണ്ടേക്കണമെന്ന് എനിക്ക് മനസ്സിലാണില്ല. കൂടെ കൊണ്ടുവച്ചാൽ നമുക്കൊരു കുഴപ്പമില്ല, കാരണം ഓല് അധികം കൊടുക്കാനുള്ള ഭക്ഷണമാണ്. ഓല് കഴിച്ചാൽ അൽഹംദുലില്ലാ എല്ലാവരും കഴിക്കണം. ഫുഡൊക്കെ റമദാനിന് എല്ലാവർക്കും കിട്ടും. അത് ഗൾഫിൻ്റെ ഒരു പ്രത്യേകത. ഗൾഫിലെ എല്ലാ നാട്ടിലും ഇങ്ങനെ ഭക്ഷണം കൊടുക്കും റമദാനായി കഴിഞ്ഞാൽ. അപ്പോൾ ഏതായാലും നമ്മൾ റൂമിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പം അസ്സലാമ.